ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. അങ്ങനെ ഇന്ന് മാർക്കറ്റ് 25,000-ന് മുകളിലായിരുന്നു നമ്മുടെ ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് യു എസ് മാർക്കറ്റിനെ മൂഡീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഡൗൺഗ്രേഡ് ചെയ്ത കാരണം യു എസ് ഫ്യൂച്ചർ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നിഫ്റ്റി 25,000 എന്ന് പറയുന്ന റേഞ്ച് ഹോൾഡ് ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് പറ്റിയില്ല. ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ കനത്ത പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. അങ്ങനെ നിഫ്റ്റി 25,000-ന് താഴെയാണ് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. 24,945 എന്ന പോയിന്റ്, 74 പോയിന്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ പ്രോട്ടീൻ ഇ ഗവൺ ടെക്നോളജി കമ്പനീസ് 20% ഏറെ ഫോൾ രേഖപ്പെടുത്തിയിരുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെ പാൻ 2.0 പ്രൊജക്റ്റിൽ നിന്ന് ഒഴിവാക്കിയതാണ് ഈ ഒരു കമ്പനി ഇത്ര % ഫോൾ ആവാൻ കാരണം. അതുപോലെ തന്നെ ടെലികോം കമ്പനീസിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. AGR ഡ്യൂ സുപ്രീം കോടതി റിജക്ട് ചെയ്തതിനെ തുടർന്ന് ഐഡിയ 8%, ഇൻഡസ് ടവറും 3% ഒരു ഫോൾ രേഖപ്പെടുത്തി. ഇതിനിടെ NBCC കമ്പനി ഇവരുടെ പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്റ്റിൻ്റെ എല്ലാം തന്നെ സെയിൽസ് നേടിയതിനെ തുടർന്ന് 5% റാലി കിട്ടി. ഡെലിവറി സ്റ്റോക്ക് 14% റാലി രേഖപ്പെടുത്തി. ഇവരുടെ കഴിഞ്ഞ തവണ നെറ്റ് ലോസ് ഉണ്ടായിരുന്ന കമ്പനി ഇത്തവണ പ്രോഫിറ്റിലേക്ക് തിരികെ വന്നതാണ് കാരണം. അതുപോലെ തന്നെ HEJ കമ്പനി, ഗ്രാഫൈറ്റ് കമ്പനീസ് എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. ജപ്പാനിലുള്ള ഇലക്ട്രോഡ് പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്തത് ഈ ഒരു ഇലക്ട്രോഡ് നിർമ്മാതാക്കളായിട്ടുള്ള ഈ ഒരു കമ്പനീസിന് അത് ഗുണം ചെയ്തു. ഇനി ട്രാവൽ രംഗത്ത് തോമസ് കുക്ക് കമ്പനീസ് എല്ലാം തന്നെ ബാംഗ്ലൂരിൽ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. തോമസ് കുക്ക് 4% റാലി രേഖപ്പെടുത്തി. കോൺകോർ കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അത് കാരണം കോൺകോറും ഏകദേശം ഒരു 2% റാലി രേഖപ്പെടുത്തി. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 25,000 മറികടക്കാനായിട്ട് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടുകളും തന്നെ ഇല്ലാത്തൊരവസ്ഥ. നേരെ ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും താഴേന്ന് കാണാം FTSE, UK മാർക്കറ്റ്, CSE 40, ഡാക്സ് എല്ലാം തന്നെ നെഗറ്റീവ് ആയിട്ട് ട്രേഡ് തുടരുന്നുണ്ട്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റും ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 4.26% സ്പൈക്ക് ചെയ്ത് കാണാൻ സാധിക്കും. ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് US വിക്സിനേക്കാളും മുകളിലാണ്, 17.25. ഡോ ഫ്യൂച്ചർ കാണാം 211 പോയിന്റ് ഒരു ഫോള്. ജപ്പാൻ മാർക്കറ്റ് ഇടിഞ്ഞു, കോസ്പി ഇടിഞ്ഞു, ചൈന ഫ്ലാറ്റായിരുന്നു, ഓസ്ട്രേലിയ ഇടിഞ്ഞു. ഗോൾഡ് വീണ്ടും കയറി, $40 കയറി $3,242. ബ്രന്റ് ഓയിൽ 64. ബിറ്റ്കോയിൻ 1,02,727 എന്ന റേഞ്ചിലാണ് ബിറ്റ്കോയിൻ്റെ നിൽപ്പ്. അപ്പോൾ ഇതാണ് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ് ഉള്ളത്. ഈ ആഴ്ചയിലെ പ്രധാന ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഞായറാഴ്ച ദിവസം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ അതെ, ഇതാണ് പുതിയ ന്യൂസ് എന്ന് പറയുന്നത്. മൂഡീസ് റേറ്റിംഗ് കട്ട് ചെയ്തു US-ൻ്റെ. ഏകദേശം $34 ട്രില്യൺ കടബാധ്യത US ഗവൺമെൻറ്റിന് ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ കഴിഞ്ഞ തവണ ജെറോം പവൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടൊന്നും ചെയ്തില്ല. ട്രംപ് പുഷ് ചെയ്യുന്നുണ്ട്. വരും നാളുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ കീനായിട്ട് വാച്ച് ചെയ്യണം. ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ FISൻ്റെ ആക്ടിവിറ്റീസ് സ്ട്രോങ് ആണ്. FIS ബയേഴ്സ് ആണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പോലും ഇന്നത്തെ ഡേറ്റ നമ്മുടെ ട്രേഡിംഗ് സുഹൃത്ത് ഇന്നത്തെ കമൻറ്റുകളിലൊക്കെ കാണാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. FISൻ്റെ ഡേറ്റ നേരെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റിൽ പോയാൽ മതി. വെബ്സൈറ്റും ഉണ്ട്. ഇനി അതായത് FIS പൊതുവെ ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സ് ആയിരുന്നു. DAസും ബൈയിങ് മോഡിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ ഉള്ള അപ്ഡേറ്റ് ഉള്ളത് നമ്മുടെ മൺസൂൺ അപ്ഡേറ്റ്. ഈ തവണ ഫേവറബിൾ ആയ രീതിയിൽ റെയിൻഫോൾ ഉണ്ടാകുമെന്നുള്ളതാണ്. കാർഷിക രാജ്യമായി ഇന്ത്യയെ സംബന്ധിച്ച് മൺസൂൺ ഡേറ്റ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അലൈനായിട്ട് ആകാം ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പോക്ക്. കാരണം ഓൾ ടൈം ഹൈയിൽ നിന്ന് ട്രംപ് ഇഷ്യൂ കാരണം അല്ലെങ്കിൽ ബോർഡർ ഇഷ്യൂ കാരണം ഇടിഞ്ഞ ഇന്ത്യൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് ഇനി വെറും 1,300 പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പോയിന്റ്സ് എല്ലാം തന്നെ മാർക്കറ്റ് റിക്കവറി ചെയ്തു. അപ്പോൾ ഇനി സ്വാഭാവികമായ രീതിയിൽ ഗ്ലോബൽ മാർക്കറ്റ് അപ്ഡേറ്റ്സ് എല്ലാം തന്നെ അതിനോട് അലൈനായിട്ടായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പോക്ക്. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അടുത്ത ഞായറാഴ്ച കൊച്ചിയിൽ വെച്ച് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, കമ്മോഡിറ്റി, ക്രിപ്റ്റോ, അതല്ലെങ്കിൽ ബേസിക് കോഴ്സ്. ഇപ്പോൾ നമ്മൾ പുതിയ കോഴ്സ് ക്രിപ്റ്റോയും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാം. ആ ഫസ്റ്റ് കമ്പനിയിൽ നിങ്ങൾ നമ്പറിൽ ചെക്ക് ചെയ്യുക, കോഴ്സുകൾ സെലക്ട് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഐറിസ് ലൈഫ് സയൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 31% വളർച്ച അല്ലെങ്കിൽ റാലി രേഖപ്പെടുത്തി. നെറ്റ് പ്രോഫിറ്റിൽ ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. കാരിയർ റൈഷ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 13% ഉയർന്നു.
കമ്പനി 2 രൂപ 20 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കൂടാതെ തന്നെ സൈഡസ് കമ്പനി 1:5 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇനോക്സ് ഗ്രീൻ കമ്പനി ഇവർക്ക് 285 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ പ്രൊജക്റ്റ് ലഭിച്ചു. ഡേറ്റ പാറ്റേഷൻ കമ്പനി ഇവർ 20 മുതൽ 25% വരെ പ്രോഫിറ്റ് ഗ്രോത്ത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി എയിം ചെയ്യുന്നുണ്ട്. പെട്രോനെറ്റ് LNG കമ്പനി 870 കോടി രൂപയിൽ നിന്ന് 1070 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി കമ്പനി 3 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഡോം ഡിസ്റ്റിലറീസ് കമ്പനി 45 നിന്ന് 48 പ്രോഫിറ്റ് ഉയർത്തി കമ്പനി 3 രൂപ 15 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. KDDL കമ്പനി 25 നിന്ന് 20 പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞു 5 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. NLC ഇന്ത്യ കമ്പനി 114 നിന്ന് 428 പ്രോഫിറ്റ് ഉയർത്തി. ലൂമാക്സ് ഓട്ടോ കമ്പനി ഇവർ IAS ഇന്ത്യയുടെ 25% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. മോൾടെക് പാക്കിംഗ് കമ്പനി 17 നിന്ന് 16 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഫ്ലാറ്റായി 2 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ജുപ്പിറ്റർ വാഗൺ കമ്പനി 104 നിന്ന് 97 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. പേജ് ഇൻഡസ്ട്രീസ് കമ്പനി ഒഡീഷയിൽ പുതിയ ഇവരുടെ പ്ലാന്റിൽ നിന്ന് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. നവനീത് എഡ്യൂക്കേഷൻ കമ്പനി 17 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 29 കോടി രൂപ പ്രോഫിറ്റാണ്. കമ്പനി 1 രൂപ 50 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഇതാണ് ഇപ്പോൾ ഉള്ള വാർത്തകൾ. നാളെ രാവിലെ 7:00 മുമ്പായിട്ട് അല്ലെങ്കിൽ 7 സമയത്തൊക്കെ ആയിട്ട് നമ്മൾ പ്രീ മാർക്കറ്റ് സെക്ഷനായിട്ട് എത്താം. അപ്പോൾ എല്ലാ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ട്രേഡിംഗ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാ ആളുകളും കാണട്ടെ ന്യൂസ്. എല്ലാ ആൾക്കാരും അറിവ് ന്യൂസ് അപ്ഡേറ്റഡ് ആയിട്ട് ട്രേഡ് ചെയ്യട്ടെ. ശുഭരാത്രി. താങ്ക് യു.